നെറ്റിയിൽ വെടിവെക്കണം. അമിത്ഷായുടെ വാക്കുകളാണിത്. രാജ്യസഭ ഇളക്കിമറിക്കുന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി കാഴ്ചവെച്ചത്. ഭീകരവാദികളെ കുറിച്ചാണ് അമിത്ഷാ ഇത്തരത്തിലൊരു പ്രഖ്യാപനവും നടത്തിയത്. രാജ്യത്ത് ഭീകരവാദികൾ ഉണ്ടെന്നും മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തിയാണ് അവർ പണം സമ്പാദിക്കുന്നത് എന്നുമൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ നെറ്റി തുളക്കണമെന്ന് അമിത്ഷാ പറയുന്നത്. കേന്ദ്ര സർക്കാർ നടപടികളിലൂടെ കാശ്മീർ ഭീകരാക്രമണങ്ങളും അക്രമങ്ങളും കുറഞ്ഞു എന്നും അമിത്ഷാ രാജ്യസഭയിൽ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പറച്ചിൽ. ഭീകരവാദികളെ കണ്ടാൽ അവരുടെ നെറ്റിയിൽ തന്നെ വെടിവെക്കണമെന്നാണ് മോദി സർക്കാരിന്റെ നയമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കാര്യത്തെ പറയുന്നത്. ഭീകരവാദികളോട് യാതൊരു മൃദു സമീപനവും ഇല്ല. കാശ്മീരിൽ ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്തിൽ 70% കുറവാണ് ഉണ്ടായത്. അത് മോദി സർക്കാരിന്റെ കാലത്ത് വലിയ നേട്ടമാണ്. അവശേഷിക്കുന്ന ഭീകരവാദികളെയും തുടച്ചു നീക്കുമെന്നും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. തീവ്രവാദം മനസ്സിൽ വെക്കുന്ന ചിലരാണ് പ്രശ്നക്കാരെന്ന് പ്രതിപക്ഷ നേതാക്കളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അമിത്ഷാ ഇത്തരം പറച്ചിലുകൾ നടത്തിയത്. 2026 മാർച്ച് മാസത്തോടെ രാജ്യത്ത് മാവോയിസ്റ്റുകൾ ഉണ്ടാകില്ല എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. മാവോയിസ്റ്റ് മുക്ത ഭാരതത്തിനുള്ള വിജയകരമായ മുന്നേറ്റമാണ് നടക്കുന്നത് എന്നും രാജ്യസഭയിൽ അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ എല്ലാ മാവോയിസ്റ്റുകളെയും ജനാധിപത്യത്തിന്റെ വഴിയെ നടത്തിയത് ഈ അടുത്താണ് നമ്മൾ കണ്ടത്. അവസാന മാവോയിസ്റ്റും സിദ്ധരാമയ്യക്ക് മുമ്പിൽ കീഴടങ്ങിയതും നമ്മൾ ഇവിടെ കണ്ടതാണ്. പ്രതിപക്ഷത്തെ ഉന്നം വെച്ചതിനുള്ള ഒരു ഉത്തരം കൂടിയാണിത്. 1 കിലോ മയക്കുമരുന്ന് പോലും രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും കടത്തില്ലെന്നാണ് തങ്ങളുടെ സർക്കാരിന്റെ നയമെന്നും ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. മോദി സർക്കാരിന്റെ കാലത്ത് 1.25 ലക്ഷം കോടി രൂപ വിപണി മൂല്യമുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുമായി ചേർന്ന് ലഹരിക്കെതിരായ പോരാട്ടം തുടരുമെന്നാണ് പറയുന്നത്. ഗുജറാത്ത്, പഞ്ചാബ്, കർണാടക സർക്കാരുമായി പ്രവർത്തിച്ച് ഇതിനകം തന്നെ ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും അധികം മയക്കുമരുന്നുള്ളത് ഗുജറാത്തിലാണ് എന്ന കെട്ടുകേൾവിയും ഇവിടെയുണ്ട്.